സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച അധ്യാപികയ്ക്കെതിരെ കേസ്. തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. ഡിവൈഎഫ്ഐയുടെ പരാതിയിലാണ് നടപടി. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഒരു ഓണക്കാലം വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതെങ്ങനെ ഗംഭീരമായി ആഘോഷിക്കാം, ഒത്തുചേർന്ന് ആഘോഷിക്കാം എന്നും നമ്മൾ പറയുന്നത് ഒരുമയുടെ ആഘോഷമാണ് ഓണം എന്നാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടികളിലേക്ക് പോലും ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള വിഭാഗീയ മനസ്സുണ്ടാക്കുന്ന തരത്തിലൊരു സന്ദേശം ഈ ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ സന്ദേശത്തെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? ശ്രീജ, ഈ ഓഡിയോ സന്ദേശം കേട്ടാൽ എങ്ങനെ കേസെടുക്കാതിരിക്കും അല്ലെങ്കിൽ എങ്ങനെ പരാതി നൽകാതിരിക്കും എന്നാണ് ഡിവൈഎഫ്ഐ ചോദിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുന്നംകുളം പോലീസിന് ഡിവൈഎഫ്ഐ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഓഡിയോ സന്ദേശത്തിലുള്ള അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയാണ് ഇപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വലിയ ഗുരുതരമായിട്ടുള്ള വലിയ മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ അധ്യാപിക ഓഡിയോ ഈ കുട്ടികളുടെ മാതാപിതാക്കളുള്ള ഓഡിയോ ഗ്രൂപ്പിലേക്ക് ഈ ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ആഘോഷമാണ്. അതിൽ ഇന്ന ജാതി എന്നില്ല, എല്ലാ മതസ്ഥരും ഒന്നിച്ച് മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഓണം ആഘോഷിക്കും. അത്രയും വലിയ സാഹോദര്യത്തോടെയും സൗഹൃദത്തോടും കൂടി സന്തോഷത്തോടും കൂടി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഓണത്തിനെ ഇങ്ങനെ മതപരമായിട്ട് ചിത്രീകരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. അത് കുഞ്ഞു കുട്ടികളിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് കൂടിയാണ് ഈ അധ്യാപികയുടെ ഓഡിയോ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ ഓണം വിപുലമായി ആഘോഷിച്ചു, അതുപോലെ ഇത്തവണ ആഘോഷിക്കേണ്ടതില്ല. ഇസ്ലാം മതത്തിലെ ചില ആഘോഷങ്ങൾ കൂടി അടുത്തിടെ വരുന്നുണ്ട്, അത് നമുക്ക് വിപുലമായി ആഘോഷിക്കാം. ഓണം ആ രീതിയിലേക്ക് ആഘോഷിച്ചാൽ ഒരു ഹിന്ദു മതസ്ഥരുടെ വിശ്വാസത്തിൻ്റെ ഒരാഘോഷമാണ്. ആ രീതിയിലേക്ക് ആഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവരിലെ വിശ്വാസത്തിലേക്ക് പോകുമെന്ന കാര്യങ്ങളൊക്കെ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എത്ര കേട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ അധ്യാപിക പറയുന്നത്. ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മലയാളികൾ അത്രയേറെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു ആഘോഷത്തെ ഇങ്ങനെ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ പറയുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. എന്തായാലും സ്കൂൾ മാനേജർ ഇതിനെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് പറയുന്നത് ഞങ്ങളുടെ അറിവോടുകൂടിയല്ല അധ്യാപിക ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം ഇട്ടതെന്നാണ്. പക്ഷേ ആ അധ്യാപികയുടെ ഓഡിയോ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാകും സ്കൂളിന്റെ തന്നെ തീരുമാനപ്രകാരമാണ് അവരിങ്ങനെ മാതാപിതാക്കളുടെ ഗ്രൂപ്പിലേക്ക് ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം ഇട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. തന്നെ കുന്നംകുളം പോലീസാണ് കേസെടുത്ത് ഇവർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ഒരിക്കൽ കൂടി ആ ശബ്ദം ഒന്ന് കേൾക്കാം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം.